ഒറ്റ സുഹൃത്തുക്കൾ തമ്മിൽ പിണങ്ങുമ്പോൾ അതുണ്ടാക്കുന്ന ആഘാതം, മുറിവ് താങ്ങാൻ പറ്റുന്നതിനെക്കാട്ടും അപ്പുറമാണ്. ഇപ്പോൾ നമ്മൾ കാണുന്നത് മലയാള സിനിമയിലെ ഒറ്റ സുഹൃത്തുക്കളായിരുന്ന 3 വ്യക്തികളുടെ ഫോട്ടോ ആണ്. നടിമാരായിട്ടുള്ള ഭാവന, മഞ്ജു വാര്യർ, കാവ്യ മാധവൻ ആണ് ഈ ഫോട്ടോയിൽ കാണുന്നത്. അതിൽ അവരെപ്പോലെ അടുത്ത സുഹൃത്തുക്കൾ മലയാള സിനിമയിൽ വേറെ ഉണ്ടായിരുന്നില്ല. അത്രമാത്രം അഗാധ്യ ബന്ധം അവർ തമ്മിൽ ഉണ്ടായിരുന്നു. ഇപ്പോഴും അവർ തമ്മിൽ, നടി ഭാവനയ്ക്കും മഞ്ജു വാര്യരും തമ്മിലുള്ള ബന്ധം അഗാധ്യമാണ്. അതിൽ കാവ്യ മാധവൻ അകന്നുപോയി. നടൻ ദിലീപിൻ്റെ രണ്ടാമത്തെ ഭാര്യയായിരുന്നു മഞ്ജു വാര്യർ. ദിലീപിനെ വിവാഹം കഴിച്ചതിന് ശേഷം അവർ പിന്നെ അഭിനയമൊക്കെ നിർത്തി വീട്ടിലിരിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ദിലീപ് തൻ്റെ സഹപ്രവർത്തകയായിട്ടുള്ള കാവ്യ മാധവനുമായിട്ട് പ്രണയബന്ധം തുടങ്ങിയത്. അത് ശാരീരിക ബന്ധം വരെ നിലനിന്ന ഒരു സമയമായിരുന്നു. പ്രത്യക്ഷമായും പരോക്ഷമായും സമൂഹത്തിന് മുമ്പിൽ നടൻ ദിലീപ് മഞ്ജു വാര്യനെ കല്യാണം കഴിച്ച് മഞ്ജു വാര്യൻ്റെ ഭർത്താവായിട്ടിരിക്കുമ്പോൾ തന്നെ മിക്കവാറും എല്ലാ ദിവസവും അദ്ദേഹം ഫ്ലാറ്റിൽ കാവ്യ മാധവൻ്റെ കൂടെയായിരുന്നു ജീവിതം ചെലവഴിച്ചിരുന്നത്. അത് സിനിമയിൽ പരസ്യമായി രഹസ്യമായിരുന്നു. പക്ഷേ ആരും അത് പുറത്തു വിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. കാരണം മലയാളം സിനിമ പ്രത്യക്ഷമായും പരോക്ഷമായും നിയന്ത്രിക്കുന്ന ഒരു റിമോട്ട് കൺട്രോളായിട്ടാണ് നടൻ ദിലീപ് പ്രവർത്തിച്ചത്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു വിദേശ ഷോയിൽ പോകുന്നതിനുള്ള ബന്ധത്തിൽ നടി ഭാവന ഒരു ദിവസം ഒരു റൂമിൻ്റെ അകത്ത് കയറി വന്നപ്പോൾ നടി കാവ്യ മാധവനും നടൻ ദിലീപും തമ്മിൽ വളരെ ഇൻറ്റിമേറ്റായിട്ട് ഇരിക്കുന്ന ഒരു സീൻ കണ്ടു എന്നാണ് പറയുന്നത്. അതവർ മഞ്ജു വാര്യൻ്റെ അടുത്ത് പോയി പറഞ്ഞു. അങ്ങനെയാണ് പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. അതോടുകൂടെ മഞ്ജു വാര്യനും ദിലീപുമായിട്ട് അകൽച്ചയായി. ആ രഹസ്യം മുഴുവനും പുറത്തായി. ഇവർ തമ്മിൽ വലിയ സുഹൃത്തുക്കളായിരുന്നപ്പോൾ ഇവർ തമ്മിൽ റിയൽ എസ്റ്റേറ്റ് ഇടപാടുകളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ദിലീപ് പിന്നെ ആ റിയൽ എസ്റ്റേറ്റ് ഇടപാടുകളൊക്കെ മുറിക്കാൻ ശ്രമിച്ചു. 3 പേരുടെയും പേരിൽ, അതായത് ഭാവനയുടെയും മഞ്ജു വാര്യൻ്റെയും ദിലീപിൻ്റെ പേരിലിരിക്കുന്ന സ്ഥലം അത് തിരിച്ചു കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടു. അതായത് മഞ്ജു വാര്യൻ്റെ വിവാഹമോചനത്തിന് ശേഷമുള്ള കഥയാണ് ഈ പറയുന്നത്. അത് വലിയ പ്രശ്നമായി. ഒടുവിൽ ആ പ്രശ്നം മൂർച്ഛിച്ച് അവസാനം അത് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ബലാത്സംഗ കൊട്ടേഷനിലേക്ക് വഴി തെളിയിച്ചു. അത് ഏറ്റവും കൂടുതൽ അതിൻ്റെ പ്രഹരങ്ങൾ ഏറ്റത് നടി ഭാവനയ്ക്കായിരുന്നു. അതോടുകൂടിയിട്ട് കാവ്യ മാധവൻ ഇവരിൽ നിന്ന് എന്നേക്കുമായി അകന്നുപോയി, ഒരിക്കലും മടങ്ങി വരാൻ പറ്റാത്ത നിലയിൽ. ഇത് വലിയൊരു ക്ഷതമേൽപ്പിക്കുന്ന ഒരു കഥയാണ്.